അത് മിനിയാന്നത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ മിനിയാന്നായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനുള്ള ഡേറ്റ് വന്നത്, അതായത് 28. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനും ചേച്ചിയും പിന്നെ ഏട്ടനും വന്നിട്ടാണ് പോയത്. എൻ്റെ ഹെയർ ആണെങ്കിൽ നല്ല പോലെ കൊഴിയുന്നുണ്ട് കേട്ടോ. കാരണം ഞാനില്ലേ ഇങ്ങനെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ടാബ്ലറ്റിൻ്റെയും പിന്നെ സർജറി കഴിഞ്ഞതിൻ്റെ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി നല്ല കിടത്താണ്. അപ്പോൾ ഈ മുടി കിടന്ന് മുടിയിൽ നല്ല താരനും അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഭയങ്കര സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുടി നല്ലോണം കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. എനിക്ക് അമ്മ വരണമെന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മക്ക് അപ്പോഴേക്ക് കാക്ക തീരെ വയ്യാഞ്ഞിട്ട് അമ്മ വരുന്നില്ല. പക്ഷേ അമ്മ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൊണ്ടാക്കി. അമ്മ വരുമ്പോൾ എന്തോ ഒരു ധൈര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്റ്റിച്ച് എടുക്കാനൊക്കെ ആണല്ലോ പോകുന്നത്. എന്തായാലും എന്തെങ്കിലും ഒന്ന് നമ്മുടെ കൈയൊന്ന് എന്തായാലും അയച്ചു നോക്കും. അപ്പം നല്ല പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം അമ്മ ഉണ്ടാകുമ്പോൾ ഒരു ധൈര്യമില്ല. അപ്പം അങ്ങനെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നോക്കി. അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തില്ലേ എന്നെ ഡെയിലി വിസിറ്റേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് അവരോട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞ് സെറ്റായിട്ട് നിന്നിട്ട് പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഈ ഫോൺ കിട്ടിയില്ല. ഞാൻ ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ അടുത്ത കൈ കൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും അധികം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കിടന്നിട്ട് ഫോൺ നോക്കാനോ ഒന്നും പറ്റില്ല, ടൈപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഓട്ടോയിൽ തന്നെയാണ് വന്നത്. ട്രെയിനിൽ നമുക്കിങ്ങനെ വികലാംഗരെല്ലാം കയറുന്ന ഒരു +4 ഉണ്ടായിരുന്നു, അതിലായിട്ടാണ് കേട്ടോ ഞാൻ കയറിയത്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ചെയറിലിരിക്കുന്നതായിരുന്നു. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നേരെ ഡോക്ടറെയും കാണിച്ച് നേരെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ബാക്കിയുള്ളതൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ കേട്ടോ. അപ്പം ഞാനിങ്ങനെ മൂലൊക്കെ ഇങ്ങനെ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൈൻ്റെ സ്റ്റിച്ച് എടുത്തു. അപ്പോൾ നമുക്ക് തരിപ്പോ കാര്യങ്ങളൊന്നും തരാതെ അങ്ങനെ തന്നെയാണ് എടുത്തത്. 29 സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തു. കുറച്ച് ബ്ലീഡിങ്ങും ഉണ്ടായി, നല്ല പെയിനായിരുന്നു. അങ്ങനെ വീണ്ടും കൈ കെട്ടി. അപ്പം ഞാനത് ആ വേദനയിൽ നിന്നൊന്നും റിലീഫ് ആയിട്ടില്ല. കൈയും പിന്നത്തെ ഇങ്ങനെ പൊക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാം പെയിനെല്ലാം ആയി എനിക്ക്. അപ്പം ഇങ്ങനെ ബേജാറ് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 12 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല വിശപ്പായിരുന്നു. തടി ഒന്നാകെ ഒന്ന് വറക്കുന്ന പോലെ തോന്നി. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു കൈരളി റെസ്റ്റോറൻ്റ് ഉണ്ട്. മുമ്പേ നമ്മളെല്ലാം മംഗലാപുരം വരുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. എത്ര വെറൈറ്റി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ബിരിയാണി തന്നെ പറഞ്ഞു. എന്താ വെച്ചാൽ ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും ബെസ്റ്റായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പേരും ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ബിരിയാണി കഴിച്ചു. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ കുറേ ആയി ഇങ്ങനെ ചിക്കനും അങ്ങനത്തെ ഐറ്റംസും എല്ലാം കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ആക്രാന്തമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറേ കാലത്തിന് ശേഷം കഴിക്കുന്ന ഒരു ഫീലായിരുന്നു. അങ്ങനെ നേരെ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, അങ്ങനെ നടന്നിട്ട് പോയി. അപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ 1:45 അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. പിന്നെ അവിടെ നിന്ന് സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഓൾറെഡി അവിടെ ട്രെയിൻ നമുക്ക് പോകാനുള്ള ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും നിൽക്കാൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡോർ, പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ഇതാക്കിയത്. റിസർവ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് കയറാനും പറ്റത്തില്ല. കൈ എന്ന് പറഞ്ഞാൽ ആകെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കൈയാണല്ലോ. ഒരു തട്ട് കിട്ടിയാലും പിന്നെ പ്രാണം പോവും. അപ്പോൾ തിരക്കിലോ അങ്ങനെയൊന്നും പോകാനൊന്നും പറ്റില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുന്നതാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നടക്കുമ്പോഴെല്ലാം കുറച്ച് സമാധാനമാണ് കേട്ടോ. കാരണം കുറേ കാലമായില്ല ഹോസ്പിറ്റലിലും കിടന്ന് വീട്ടിലും കിടന്ന് ആകെ മരവിച്ച് ദ്രവിച്ച് അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ നടത്തവും കാര്യങ്ങളും എല്ലാം കൂടി കഴിഞ്ഞിട്ടില്ലേ വീട്ടിലെത്തുമ്പോൾ എനിക്ക് നല്ല ക്ഷീണമാണ് കേട്ടോ. അന്ന് ഞാൻ ഫുള്ള് കിടന്ന് 4 മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തിയ ഫുള്ള് കിടന്നത് തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കിടക്കാനൊന്നും പറ്റില്ലല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കണ്ടേ. അതുകൊണ്ട് ബാക്കിൽ അങ്ങോട്ടെല്ലാം ഭയങ്കര പെയിനാണ് കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ചെരിഞ്ഞ് കിടക്കാനെല്ലാം ഇങ്ങനെ കൊതിയാവും. പക്ഷെ എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ എഴുന്നേറ്റിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര കുറച്ച് സമയത്തേക്ക് ഭയങ്കര കടച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം കിടക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയ സമയത്ത് ആ ട്രെയിൻ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം 12:30 ആ ഒരു ടൈമാണ്. 1:45 ട്രെയിൻ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1:55 ട്രെയിൻ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെന്തായാലും അതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ചേച്ചി പറഞ്ഞു നിൻ്റെ കയ്യിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് നിനക്ക് എന്തായാലും സീറ്റ് കിട്ടും തരും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ട് അങ്ങനെ കിട്ടുമെന്നില്ല കാര്യം തോന്നിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ട്
അങ്ങനെ ട്രെയിൻ ഓപ്പൺ ആയിട്ടെങ്കിൽ തന്നെ അരമണിക്കൂർ മുമ്പേ മാത്രമേ ഫാനൊക്കെ ഓപ്പൺ ആക്കൂ കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ സീറ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു, 3 പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2 പേരുടെ സീറ്റും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈ ഇങ്ങനെ ഉള്ളതുകൊണ്ട് മുട്ടണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇതായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ.